RG ഫുഡ്സ് എന്നൊരു ബ്രാൻഡ് നെയിമാണ്. ഈ പേരിന് പിന്നിലെ കഥ എന്താണ്? ഇത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് രാരിച്ചൻ, മുടൂൽ രാരിച്ചൻ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഗോപാലൻ. അതാണ് രാരിച്ചൻ ഗോപാലനാണ് RG എന്നുള്ള ലെവലിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു ഭയങ്കര ഒരു ഇമോഷണൽ കണക്ട് ഉള്ള ഒരു പേരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഏതൊരു ബ്രാൻഡ് ഓണറിനും ഏതൊരു പാരൻസിനും അവരുടെ കുട്ടി ഏറ്റവും വലുതാണല്ലോ. അതേമാതിരി നമ്മളെ ബേബിയാണ്. ഞാൻ ഏത് രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ പോകുമ്പോഴും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഇമോഷണൽ കണക്റ്റോട് അവരോട് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ കുട്ടീനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന്. അത് നമ്മളൊരു സ്വന്തം കുട്ടീനെ നോക്കുന്നത് മാതിരിയാണ് നമ്മൾ നമ്മളെ പ്രൊഡക്റ്റിനും ബ്രാൻഡിനെയും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാർക്കറ്റിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമ്മൾ തന്നെ RGയുടെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞൊരു ഒരു വലിയൊരു സംഭവമാണ് അല്ലേ? വളരെ പ്രൗഡാണ്. പക്ഷെ എനിക്ക് നമ്മളെ മണ്ണാറശാല അമ്പലമുണ്ട് ആലപ്പുഴയിലുള്ള. ഞാൻ ഒരുപാട് തവണ അമ്പലത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും അവിടെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ മുഴുവനും ഭയങ്കരമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ നല്ലെണ്ണ സമർപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മുന്നിലുള്ള ഈ ബോട്ടിൽസാണ് എനിക്ക് കാണാം. അപ്പം എൻ്റെ ഫോക്കസ് എത്ര ബോട്ടിൽ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടോ. ഇന്നേ വരെ എനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ സോറി, ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നത്, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ പ്രൊഡക്റ്റിനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത്. ഈ 2 അമ്പലങ്ങളിലെ കേരളത്തിലെ മിക്ക അമ്പലങ്ങളിലും, പിന്നെ അതുകൂടാതെ ഈ അമ്പലങ്ങളിലെ കൊടിമരം ഇടാൻ നല്ലെണ്ണയിലാണ് ഇടുക. അപ്പം കേരളത്തിലെ മിക്ക അമ്പലങ്ങളിലും കൊടിമരം RG എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇടുന്നത്. അതോടൊപ്പം തന്നെ പിക്കിൾസ്, കേരളത്തിലുള്ള മിക്ക പിക്കിൾ മാനുഫാക്ചറിങ് കമ്പനികൾക്കും നല്ലെണ്ണ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ